ഇന്ത്യയിലെ ഏറ്റവും ധനികമായ മുനിസിപ്പൽ കോർപ്പറേഷൻ അത് BJP സ്വന്തമാക്കിയിരിക്കുന്നു. വലിയ മാറ്റമാണല്ലോ സർ. അല്ല, അത് നിങ്ങൾ പറയുന്ന ബൃഹത് മുംബൈ BMC എന്ന് പറയുന്ന സാധനമാണ് ബൃഹത് മുംബൈ കോർപ്പറേഷൻ. പക്ഷേ ഞാൻ പറയുന്ന അത് മാത്രമല്ല, മഹാരാഷ്ട്രയിലുള്ള 29ഓളം വരുന്ന മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഏതാണ്ട് 25 എണ്ണത്തിലും BJP സഖ്യം ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ബൃഹത് മുംബൈയുടെ കാര്യത്തിലാണെങ്കിൽ 30 വർഷമായിട്ട് താക്കറെ കുടുംബത്തിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്ന സ്ഥലമാണ് ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. അറിയാലോ, അർമീനിയ എന്ന രാജ്യത്തേക്കാൾ വലിപ്പമുണ്ട് ഈ കോർപ്പറേഷൻ്റെ പരിധിക്ക്. കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ ബജറ്റ് വിഹിതം. അങ്ങനെ കോടികൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ സാമ്പത്തിക തലസ്ഥാനം ആയ ബൃഹത് മുംബൈ കോർപ്പറേഷൻ അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് BJP കടന്നു വന്നു. ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും ശുഭകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പോടുകൂടി കുടുംബാധിപത്യ പാർട്ടികളുടെ സ്വാധീനം മഹാരാഷ്ട്രയിൽ ഇല്ലാതെയായി. 2 കുടുംബങ്ങളായിരുന്നു മഹാരാഷ്ട്രയെ കഴിഞ്ഞ 30-35 കൊല്ലമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്, താക്കറെ കുടുംബവും പവാർ കുടുംബവും. ആ താക്കറെ പവാർ കുടുംബങ്ങളുടെ ആധിപത്യം ഈ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി ഇല്ലാതെയായി എന്നുള്ളതാണ് വസ്തുത. പവാറിൻ്റെ ആധിപത്യത്തിലുണ്ടായിരുന്ന സ്ഥലമാണ് പൂന, പക്ഷെ പോയി കഴിഞ്ഞു. ആ കുടുംബം ഇന്നിപ്പോൾ ശോഷിച്ചാണ് വന്നിരിക്കുന്നത്. താക്കറയുടെ ഒരു ശോഷണം സിസ്റ്റമാറ്റിക്കായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചല്ല. 2007 BJPക്ക് അവിടെ ഉണ്ടായിരുന്ന 28 സീറ്റാണ് ഈ ബൃഹത് മുംബൈ കോർപ്പറേഷനിൽ. അന്ന് ശിവസേനക്കുള്ളത് 84 സീറ്റാണ്. 2012 BJPക്ക് 31 സീറ്റ് കിട്ടി, ശിവസേനയ്ക്ക് അപ്പോഴും 75 സീറ്റ് ഉണ്ട്. 2017 BJPക്ക് 82 സീറ്റ് കിട്ടി, അപ്പോഴും താക്കറെ വിഭാഗത്തിന് 84 സീറ്റുണ്ട്. ഇപ്പോൾ BJP 96 സീറ്റിലേക്ക് വന്നു, താക്കറെ 24ലേക്ക് ചുരുങ്ങി. അപ്പോൾ വളരെ ക്രമാനുഗതമായിട്ട് താക്കറെ കുടുംബത്തിൻ്റെ ആധിപത്യം കുറഞ്ഞു വരികയും BJPയുടെ ആധിപത്യം ക്രമാനുഗതമായി വളരുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ കുടുംബാധിപത്യവും ജനാധിപത്യവും ഒരിക്കലും ഒരുമിച്ച് പോകില്ല. ജനാധിപത്യത്തിന് വിരുദ്ധമായ സങ്കല്പമാണ് കുടുംബാധിപത്യം. കുടുംബാധിപത്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ള മഹത്വത്തിൻ്റെ പേരിൽ പദവികൾ കിട്ടുന്ന അവസ്ഥക്കാണ് കുടുംബാധിപത്യം. ആ പദവി കിട്ടാനുള്ള ഏക കാരണം അയാൾ ആ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഇത് കോൺഗ്രസ്സിലാണ്, ഇതിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ്സിലാണ് ഇത് തുടങ്ങിയത്. അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി പറയുന്നത്, തെരുവോരത്ത് വഴിവിളക്കിലിരുന്ന് പഠിച്ച ഒരു അബ്രഹാം ലിങ്കനെ തീർച്ചയായിട്ടും അതിൻ്റെ രാഷ്ട്രപതിയാകാൻ കഴിഞ്ഞു എന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഏത് സാഹചര്യത്തിൽ ജനിക്കുന്ന ഒരാൾക്കും ജനാധിപത്യ മാർഗത്തിലൂടെ വന്നിട്ട് പദവികൾ കിട്ടും. മനുഷ്യന് പദവികൾ ലഭിക്കാൻ, സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ പദവികൾ ലഭിക്കാനുള്ള അവസ്ഥ എന്ന് പറയുന്നത് അവൻ്റെ കർമ്മ മഹിമയാണ് എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ. കുടുംബ മഹത്വം കൊണ്ട് പദവികൾ കിട്ടുന്നതാണ് കുടുംബാധിപത്യം. ഈ കുടുംബ മഹത്വം കൊണ്ട് പദവികൾ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത്, തറവാട്ടിൽ പട്ടിയും ജനിക്കും, അത് മറക്കരുത് എന്ന് പറയാറുണ്ട്. പട്ടിയെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ കുടുംബാധിപത്യത്തിൽ വരുമ്പോൾ ഒട്ടും യോഗ്യതയില്ലാത്ത അയോഗ്യർ അവകാശങ്ങളിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ബാൽ താക്കറെ തുടങ്ങി വെച്ച ശിവസേന വളരെ അയോഗ്യനായിരിക്കുന്ന ഉദ്ധവ് താക്കറയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ നാശത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വസ്തുത. പവാറിൻ്റെ മകളിലേക്ക് ഈ ആധിപത്യം പോകില്ല, പക്ഷേ മരുമകനിലും പോലും പവാറിൻ്റെ ആധിപത്യം, കുടുംബാധിപത്യം തകരേണ്.
ഒപ്പം ഇവർ നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ചിരുന്ന കാര്യം മറാത്ത ജനത എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മറാത്ത മസിൽ, ആ മറാത്ത മസിൽ ആൻഡ് മറാത്ത പവർ വെക്കാം എന്ന് കരുതി. പക്ഷേ ജനങ്ങൾ അതിൽ നിന്നും മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഇത് ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും ശുഭസൂചകമായൊരു കാര്യമാണ്. അതാണ് ഞാനതിന് സ്വാഗതം ചെയ്യുന്നത്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും ശുഭസൂചകമായ ഒരവസ്ഥ വരെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന കുടുംബത്തിൽ ജനിച്ചു എന്നല്ല, ഇന്ന യോഗ്യതയുണ്ട്, അതുകൊണ്ട് അയാൾ ആ പദവിയിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. ഇതാണ് മോദി മാജിക് എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിമാറ്റം മോദി എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോത്തിലാൽ നെഹ്റു തുടങ്ങി വെച്ച കുടുംബാധിപത്യ പാരമ്പര്യത്തെ പിഴുതെറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കർമ്മമഹത്വത്തിന് അനുസൃതമായ പദവികളിലേക്ക് ലഭിക്കേണ്ട ജനാധിപത്യ സംവിധാനത്തിലേക്ക് അത് വന്നു. ആ ജനാധിപത്യ സംവിധാനത്തിൻ്റെ വിജയമാണ് നമ്മൾ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. ജനങ്ങളത് സ്വീകരിച്ചു. കാരണം ജനങ്ങൾക്ക് കുടുംബാധിപത്യം മടുത്തു. ആ കുടുംബാധിപത്യം ജനങ്ങൾക്ക് മടുത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ വേറൊരു സൂചന എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ്സിനായിരുന്നു ഒരു കാലത്ത്, ഈ ശിവസേനയൊക്കെ മുംബൈയിലേക്ക് ഭരണം വരുന്നതിന് മുൻപ്, ബാൽ താക്കറെ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ ജോലിയിൽ നിന്ന് വിരമിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ആ മഹാരാഷ്ട്ര മുഴുവൻ അടക്കി ഭരിച്ചിരുന്നൊരു കക്ഷി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതെയായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് ഇതിൻ്റെ അപകടം വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇല്ലാതെ ആയിരിക്കുന്നു. അതെന്താ കാരണം? ഒരിക്കലത് പുറകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ച് മുന്നോട്ട് വരുന്നില്ല, ഒരു സ്ഥലത്തും വരുന്നില്ല. പിന്നെ വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ കൂട്ടി വെച്ചുകൊണ്ട് വരുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ കേരളത്തിലും അത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ട്. ആ മുന്നണി സംവിധാനം വന്നതോടുകൂടി ഈ ദേശീയ പാർട്ടി എന്നുള്ളത് കോൺഗ്രസ് ക്ഷയിച്ച് കേരളത്തിലും വരെയാണ്. കോൺഗ്രസ്സിന് ക്ഷയം സംഭവിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിന് ക്ഷയം സംഭവിച്ചു. കാമരാജിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നൊരു സംസ്ഥാനത്ത് ആ ഭരണത്തിൽ നിന്ന് പോയിട്ട് ദ്രാവിഡ പാർട്ടികൾ വന്നതിന് ശേഷം പിന്നെ കോൺഗ്രസ്സിന് ഒരിക്കലും അങ്ങ് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. മൂപ്പനാറിനെ പോലെയുള്ള കരുത്തനായൊരു നേതാവ് പരിശ്രമിച്ചിട്ട് പോലും അങ്ങോട്ട് തിരിച്ചെത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് ഒരിക്കൽ അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചുവരവില്ലാത്ത വിധത്തിൽ അത് അധികാരത്തിൽ നിന്ന് പോകുന്നു എന്ന ട്രെൻഡ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അത് പോയ സ്ഥലത്തൊന്നും ഇപ്പോൾ UP-യിൽ വരുന്നില്ല, ബീഹാറിൽ വരുന്നില്ല, ഒറീസയിൽ വരുന്നില്ല. ഇത് നിങ്ങൾ ഓരോ സ്ഥലങ്ങളെടുത്ത് നോക്ക്, അവിടെ ഒന്നും പിന്നെ തിരിച്ചുവരവില്ല. ഗുജറാത്തിലില്ല, മധ്യപ്രദേശത്തിലില്ല, ആന്ധ്രയിലില്ല. ഇങ്ങനെ എപ്പോഴേക്ക് പോയിട്ടുണ്ടോ അവിടെ ഒന്നും ഇത് വരുന്നില്ല ഇങ്ങോട്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ജനത കുടുംബാധിപത്യത്തെ വെറുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഇന്ത്യൻ ജനത കുടുംബാധിപത്യത്തെ വെറുത്തതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വിധി വന്നത്. ഇന്ന് ഇപ്പോൾ അവിടെ ഉള്ളത് ഈ ബൃഹൻ BMC-യിൽ ഉള്ളത് കോൺഗ്രസ്സിനുള്ളത് 24 സീറ്റാണ്. 31 ഉണ്ടായിരുന്നാണ് കുറയുന്നത്. ആ 31 കുറഞ്ഞ് 24-ലേക്ക് എത്തുകയാണ്. ഇനി അതിൽ നിന്ന് കയറി വരിക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ഈ പ്രദേശങ്ങളിലെല്ലാം അവരുടെ വോട്ട് കാച്ചർ എന്ന നിലക്ക്, അവരുടെ മാഗ്നറ്റിക് ലീഡർ എന്ന നിലക്ക് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെയൊക്കെ ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസുമായിട്ട് സഖ്യം ചേരാൻ ഇനി കക്ഷികൾ തയ്യാറായില്ല. കോൺഗ്രസ് ഒരു ഇൻവാലിഡ് കോയിനായിട്ട് മാറിയാണ്. സഖ്യം ചേരാൻ തയ്യാറായില്ല. കേരളത്തിൽ പോലും കോൺഗ്രസ് പഠിച്ച പണി 18 നോക്കിയിട്ടും KM മാണിയുടെ പാർട്ടിയെ പോലും അവരുടെ കൂടെ ചേർക്കാൻ അവർക്ക് കഴിയാതെ പോയൊരു ചരിത്രം നമ്മൾ സമകാലിക ചരിത്രത്തിൽ കണ്ടതാണ്. ഇവരെല്ലാവരും കൂടി പോയിട്ടാണല്ലോ ശ്രമിച്ചത്. എന്തായിരുന്നു കോലാഹലം? കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഒരുമിച്ച്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം അവരെല്ലാം ഒരുമിച്ച് നിന്നാണ് പറഞ്ഞത് ഇങ്ങോട്ട്. പക്ഷെ അവർ വന്നില്ല. വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ്
ഒരു ഷുവർ ബെറ്റല്ല. കേരളത്തിലും കോൺഗ്രസ് ഒരു ഷുവർ ബെറ്റല്ല. ഇപ്പോൾ യു പിയിൽ കോൺഗ്രസ്സിന് ആർക്കും വേണ്ട, ബീഹാറിൽ കോൺഗ്രസ്സിന് ആർക്കും വേണ്ട, മറ്റേ ബംഗാളിൽ കോൺഗ്രസ്സിന് ആർക്കും വേണ്ട. അപ്പോൾ ഒരു കാലത്ത് ഭരിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് കോൺഗ്രസ് അപ്രത്യക്ഷമായതിനു ശേഷം പിന്നെ കോൺഗ്രസ്സിന് അവർക്ക് വേണ്ട. അത് ഈ കുടുംബാധിപത്യത്തിൻ്റെ ഫലമാണ്. പക്ഷേ കോൺഗ്രസ്സിന് ഇത്രയും കാലം കഴിഞ്ഞ സാധനം ബാക്കി പാർട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്നാണ് കുടുംബാധിപത്യ പാർട്ടികൾ ചുരുങ്ങി പോകുന്നത്. ഇപ്പോൾ ലാലുവിൻ്റെ പാർട്ടിക്കുള്ള സംഭവം, മറ്റേ യാദവിൻ്റെ പാർട്ടി, മറ്റേ തേജസ്വി മറ്റെന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, യു പിയിലെ കക്ഷി അഖിലേഷ് യാദവിൻ്റെ പാർട്ടി. ഇങ്ങനെ ഈ കുടുംബാധിപത്യ പാർട്ടികളുടെ തകർച്ചയും ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ വിജയവുമാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ നന്ദി. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് കരുത്തേകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇന്ത്യ ലൈവിൻ്റെ പുണ്യം എന്ന ആധ്യാത്മിക ചാനലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം, വിശ്വാസം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. പുണ്യം എന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.